ഗോത്രക്കുറുമ്പിനാൽ മലീമസമായൊരു മരുഭൂമിയിലേക്ക് പരസ്പരം കുത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ജനസഞ്ചയത്തിലേക്ക് ബഹുദൈവാരാധനയിലൂടെ വെളിച്ചത്തോട് ബന്ധുകൽപ്പിച്ച ഹൃദയങ്ങളിലേക്ക് സത്യസന്ദേശങ്ങളുടെ ഭാണ്ഡവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാഗതനായി. പതിറ്റാണ്ടുകളുടെ ജീവിതം കൊണ്ട് സഹസ്രാബ്ദങ്ങളുടെ ജീവിത പദ്ധതിയെ പരിചയപ്പെടുത്തിയ മാനവരാശിയുടെ അതുല്യനായൊരു മഹാത്മാവിൻ്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജീവിതം കൊണ്ട് അനേകായിരം ജീവിത സമസ്യകളിലേക്ക് മാതൃകയാകാൻ പ്രവാചകനു മാത്രമേ സാധിച്ചുള്ളൂ. കുഞ്ഞിളം പ്രായത്തിൻ്റെ ചുവപ്പുമാറാത്ത കാലത്തു തന്നെ ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഒരു അനാഥ ബാല്യം. ശഅബ് അബൂ താലിബിൻ്റെ മലഞ്ചെരിവുകളിൽ പച്ചിലകൾ ഭക്ഷിച്ചു കഴിയേണ്ടി വന്ന, സ്വന്തം അനുയായികൾ നിഷ്ഠൂരമായി വധിക്കപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരു നേതാവ്, ഏകദൈവത്തിൽ വിശ്വസിക്കാൻ ജനങ്ങളോട് ഉപദേശിച്ചതിൻ്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടുകാരാൽ പുറത്താക്കപ്പെട്ട ഒരഭയാർത്ഥി, ആട്ടിയിറക്കപ്പെട്ട ഭൂമിയിൽ വന്നു തൻ്റെ സൈന്യവുമായി പടയോട്ടം നടത്തിയ ഒരു സൈന്യാധിപൻ, ബദറിലെ കിണറിൽ നിന്ന് ശത്രുക്കൾക്കും വെള്ളമെടുക്കാൻ അവസരം നൽകിയ ഒരു മനുഷ്യസ്നേഹി, യാത്രക്കിടയിൽ വഴിയരികിൽ കണ്ട പക്ഷിക്കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത സ്വഹാബത്തിനോട് അതിനെ വേദനിപ്പിക്കാതെ കൂട്ടിൽ തന്നെ തിരിച്ചുവെക്കാൻ കൽപ്പിച്ച ഒരു പ്രകൃതി സ്നേഹി, എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടെടുത്തതെങ്കിൽ കൂടി അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു ന്യായാധിപൻ, മുസ്ലിം എംപയറിൻ്റെ അജയ്യനായ രാജാവായിരിക്കെയും ആയിഷ ബീവിക്കൊപ്പം ഓട്ടം മത്സരം നടത്തുന്ന സ്നേഹനിധിയായ ഒരു ഭർത്താവ്, ജാഹിലിയ്യത്തിൻ്റെ അന്ധകാരത്തിൽ മദ്യവും പെൺശരീരവും മാത്രം ജീവിതാഭിലാഷമായിരുന്നൊരു സമൂഹത്തെ ശാസ്ത്രവും സാംസ്കാരികതയും ആത്മീയതയും പ്രക്ഷോഭിച്ച മുസ്ലിം ഗോൾഡൻ ഏജിലേക്ക് പടുത്തുയർത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവ്, വർണ്ണവെറിയിൽ ഇരുണ്ടുപോയ ഹൃദയങ്ങളിൽ കറുത്തവനും സ്ഥാനം കൽപ്പിച്ച ഒരു വിമോചകൻ, തൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നതും വഴിയിലുള്ള തടസ്സം നീക്കം ചെയ്യുന്നതും ദാനധർമ്മമാണെന്ന് പഠിപ്പിച്ച, കൽപ്പനകൾക്കും ശാസനകൾക്കും അപ്പുറം സ്വയം ചെയ്തികളിലൂടെ ഹൃദയങ്ങളിലേക്ക് സഞ്ചരിച്ച ഒരു അധ്യാപകൻ, സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയും കൈമുതലാക്കിയ ഒരു വ്യാപാരി, നിങ്ങളാരും യുദ്ധത്തിനില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്ത് വിജയിച്ചു തിരിച്ചു വരുമെന്ന് ആർജവത്തോടെ പ്രഖ്യാപിച്ച ഒരു പടയാളി, അങ്ങനെ അനേകം മടലുകളിലേക്ക് പന്തലിച്ച ഒരു ജീവിതാവിഷ്കാരമായി പ്രവാചകൻ അടയാളപ്പെടുത്തപ്പെട്ടു. തൻ്റെ ഒട്ടകം മഞ്ഞിൻ്റെ പറമ്പിൽ കയറി ഭക്ഷിച്ചതിന് നൂറ്റാണ്ടുകൾ യുദ്ധം ചെയ്തിരുന്നൊരു സമൂഹത്തെ യുദ്ധവേളയിൽ മരണവെപ്രാളത്തിൽ പിടയുമ്പോൾ പോലും തനിക്കു വേണ്ടി കൊണ്ടുവന്ന വെള്ളം അന്യന് കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു സമൂഹമായി പരിവർത്തിപ്പിച്ചതാണ് റസൂൽ നടത്തിയ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം. പ്രവാചകൻ വഫാത്തായി കിടക്കുമ്പോൾ സ്വഹാബത്ത് എന്തു ചെയ്യുകയാണെന്നറിയുമോ? റസൂലിൻ്റെ താടിരോമങ്ങളിൽ എത്ര നരച്ചവയുണ്ട്, അല്ലാത്തവയുണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുകയാണവർ. അത്രയേറെ വർണ്ണിക്കപ്പെട്ട, അത്രയേറെ മദ്ഹു ചെയ്യപ്പെട്ട, അത്രയേറെ ക്രോഡീകരിക്കപ്പെട്ട, പുകഴ്ത്തപ്പെട്ട മറ്റൊരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുമോ? നൂറ്റാണ്ടുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പ്രകാശത്തിൻ്റെ വെളിച്ചമായി ഖിയാമം വരെ റസൂൽ അങ്ങനെ വാഴ്ത്തപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം.